ഭരണവിരുദ്ധ വികാരം എന്ന് ജനറലൈസ് ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ഭരണം എന്ന് പറയുന്നത് ഒറ്റ മുഖത്തിലാണ് നീങ്ങിയത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ മുഖത്തിൽ. അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോട് അദ്ദേഹത്തിന്റെ രീതികളോട് ഒക്കെയുള്ള എതിർവികാരം കൂടി ആയിക്കൂടെ? പിണറായി വിജയൻ എന്ന ഒരൊറ്റ ചിഹ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ദേശീയ തലത്തിൽ മോദിയാണ് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നോക്കൂ, പിണറായി വിജയൻ എന്ന ഒരൊറ്റയാളുടെ പടം വെച്ചിട്ടായിരുന്നു മുഴുവൻ പത്രങ്ങളുടെയും പരസ്യം. പിണറായി വിജയൻ എന്ന ഒരൊറ്റയാളുടെ മുഖം വെച്ചിട്ടായിരുന്നു മുഴുവൻ ടെലിവിഷൻ പരസ്യങ്ങളും. പിണറായി വിജയൻ എന്ന ഒറ്റയാളുടെ ശബ്ദത്തിലായിരുന്നു ഫോണിൽ അവരുടെ ക്യാമ്പയിൻ കോൾ വന്നത്. പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് നമ്മൾ വേറെ അന്വേഷിക്കണല്ലോ. മറുപടി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പല രീതിയിൽ പ്രതികരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വോട്ടെടുപ്പ് ദിവസം പോലും പ്രതികരിച്ചത് ഭരണത്തോടുള്ള ഒരു ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാകുമെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ജയിക്കുകയാണെങ്കിൽ ചരിത്ര വിജയൻ എന്ന് രേഖപ്പെടുത്തണം എന്നുള്ളത് വ്യക്തിപരമായി വിചാരിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്ത കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഇത്തവണ ചരിത്ര പരാജയമാണ്. ബിജെപികളുടെ കാലം കഴിഞ്ഞു എന്ന് ജനാധിപത്യം രാജാക്കന്മാരോട് പറയുകയാണ്. സിംഹാസനങ്ങളിൽ തുരുമ്പ് ജനാധിപത്യം പ്രഖ്യാപിക്കുന്നു. ഞാൻ പറയും, നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞവരോട് കടന്നു പോകൂ, കടക്കെ പുറത്ത് എന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനമായി ഇത് മാറുന്നു. അത് ആ മൻ കി ബാത്ത് നടത്തുന്നവർ ആരായാലും അത് അംഗീകരിക്കാനാവില്ലെന്ന വ്യക്തമാക്കലാണ് ഈ ബ്രാഞ്ചുകൾക്കെല്ലാം സ്വയം പുനർനിർവചിക്കേണ്ടി. ഈ കാര്യം കേരളം ആദരിക്കുന്ന, കേരളത്തിന്റെ ഏറ്റവും വലിയ സമാദരണീയമായ മുഖമായ അല്ലെങ്കിൽ എല്ലാവരും ആദരിക്കുന്ന എം ഡി വാസുദേവൻ നായർ പിണറായി വിജയനെ വെച്ചുകൊണ്ട് ഒരു വേദിയിൽ പറഞ്ഞതിന് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് CPM നേതാക്കളിൽ നിന്ന്, CPM പാർട്ടിയിൽ നിന്നുണ്ടായത് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ പഠിക്കാനുള്ളത് പഠിക്കട്ടെ. എന്തായാലും അവരുടെ എല്ലാം കണ്ണ് തുറപ്പിക്കുന്ന റിസൾട്ടാണ് തന്നെയാണ് കേരളത്തിലും ജനങ്ങൾ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വിജയിച്ചപ്പോൾ അജയൻ വിജയൻ എന്നായിരുന്നു ഞാൻ ചെയ്ത പ്രോഗ്രാമിന്റെ ക്യാപ്ഷൻ. ഈ പരാജയം, ഈ കേരളത്തിലെ വലിയ വീഴ്ച യഥാർത്ഥത്തിൽ പിണറായി വിജയന് തന്നെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. വലിയ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുങ്കോട്ടകൾ പോലും നെടുകെ പിളർന്നു പോയത്. അങ്ങനെയെങ്കിൽ 2 വർഷത്തിനപ്പുറം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുന്നതിന് മുൻപ് ഒരു പുനർവിചിന്തനം, ഒരു റിപ്പയർ വർക്ക് നടത്താൻ പാർലമെന്ററി പാർട്ടിയിലും പാർട്ടി സംവിധാനത്തിലും തയ്യാറാവും.